എൻ്റെ എത്രയും പ്രിയപ്പെട്ട നീറ്റ് ആസ്പയറൻസ്, നിങ്ങളിപ്പോൾ ഏകദേശം ടോപ്പിക്ക് എല്ലാം പഠിച്ചു കഴിഞ്ഞ് ഒരു റിവിഷൻ ഫേസിലേക്ക് എത്തിയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ റിവിഷൻ ഫേസിൽ നിങ്ങൾ പ്രധാനമായിട്ടും ചെയ്യുന്നൊരു കാര്യമാണ് മോക്ക് ടെസ്റ്റുകൾ എഴുതുക, അതിനോടൊപ്പം പ്രീവിയസ് ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ ബയോളജി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ അതിൽ ഔട്ട് NCERT എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് തോന്നുന്ന ചില ക്വസ്റ്റ്യൻസ് വരികയും അത് ടീച്ചറെ എന്താ അങ്ങനെ മുൻ വർഷങ്ങളിൽ ഔട്ട് NCERT വന്നിട്ടില്ലേ, അല്ലെങ്കിൽ ഈ ചാപ്റ്ററിൽ നിന്ന് ഔട്ട് NCERT വന്നിട്ടില്ലേ, അപ്പോൾ NCERT മാത്രം പഠിക്കണം എന്നെന്താ ടീച്ചർ പറയുന്നത് എന്ന് ഒക്കെയുള്ളൊരു ഡൗട്ട് ചില കുട്ടികളെങ്കിലും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് മറുപടിയായിട്ടാണ് ടീച്ചർ ഇന്ന് വന്നിരിക്കുന്നത്. നോക്കിയേ, ഈ NCERT ടെക്സ്റ്റ് ബുക്ക് തറവായിട്ട് വായിക്കണം, അല്ലെങ്കിൽ NCERTക്ക് പുറത്തുനിന്ന് വരില്ല എന്നൊക്കെ പറഞ്ഞാൽ NCERTയിൽ കൊടുത്തിരിക്കുന്ന കോൺസെപ്റ്റുകൾ അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ NCERT ടെക്സ്റ്റിലെ സിലബസിൽ നിന്ന് ഒരിക്കലും പുറത്ത് വരില്ല എന്നാണ് ഈ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ 100% NCERT ടെക്സ്റ്റ് ബുക്കിലെ വേർഡ്സേ വരുള്ളൂ എന്ന് അതിനർത്ഥം ഇല്ല. ഇപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് വെച്ചിട്ട് ടീച്ചർ അത് പറഞ്ഞു തരാം. ഓക്കെ, ഇതിന് മുന്നത്തെ ഒരു വീഡിയോയിൽ ചില ക്വസ്റ്റ്യൻസ് ടീച്ചർ ഡിസ്കസും ചെയ്തിട്ടുണ്ട്, എന്നാലും ഒരിക്കൽ കൂടെ അത് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ മോളിക്കുലർ ജെനറ്റിക്സിലെ ഒക്കസാക്കി ഫ്രാഗ്മെൻറ്റ്സ്, അതുപോലെ തന്നെ പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടാക്കുന്ന റൈബോസൈം, പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ്, ഈ വേർഡ്സ് ഒന്നും തന്നെ NCERTയിൽ ഇല്ല. പക്ഷേ നിങ്ങൾ എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു ഫാക്കൽറ്റിയുടെ മുന്നേ പോയിരുന്ന് ക്ലാസ് കേൾക്കുമ്പോൾ നിർബന്ധമായിട്ടും ആ ഫാക്കൽറ്റി ഈ കാര്യം പറഞ്ഞു തന്നു മാത്രമാണ് അത് പഠിപ്പിക്കുന്നത്. കാര്യം ഈ ടേംസ് അവിടെ പറയാതെ ഒരിക്കലും ഒരു ഫാക്കൽറ്റിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ NCERT ടെക്സ്റ്റിൽ ആ ഒരു വേർഡ് ഇല്ല എന്ന് കരുതി അത് പഠിപ്പിക്കുമ്പോൾ ഔട്ട് ടെക്സ്റ്റാണ്, അത് പരീക്ഷയ്ക്ക് വരില്ല എന്നൊരിക്കലും വിചാരിക്കരുത്. കാരണം ലാഗിങ് സ്ട്രാൻഡ് ഉണ്ടാകാനായിട്ട് തീർച്ചയായിട്ടും ഫ്രാഗ്മെൻറ്റുകൾ, DNA ഫ്രാഗ്മെൻറ്റ്സ് ഉണ്ടാക്കപ്പെടുന്നു എന്നുള്ളത് NCERT തന്നെ എഴുതിയിരിക്കുന്നതാണ്. അപ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ടീച്ചർ പറയുന്നത് എന്താ, ഒക്കസാക്കി ഫ്രാഗ്മെൻറ്റ്സ് മേ ബി ആ വേർഡ് NCERTയിൽ നിന്ന് സ്കിപ്പായി പോയതാകാം അല്ലേ? അപ്പം നിർബന്ധമായും അത് പഠിക്കുക. അതുപോലെ തന്നെയാണ് ടീച്ചർ പറഞ്ഞ ഈ പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ്, അതുപോലെ ഗോൾഡൻ റൈസ് ഉണ്ടാക്കാനായിട്ട് ജീന് നമ്മൾ എവിടെ നിന്ന് എടുത്തു, അത് NCERTയിൽ ചാപ്റ്റർ പറയുന്നില്ല, പക്ഷെ സമ്മറിയിൽ അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 2 വർഷം മുന്നേ ഉള്ള നീറ്റിന് ഈ ഡാഫഡിൽസിൽ നിന്നാണ് ജീൻ എടുത്തത് എന്ന് വരത്തക്ക രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഒന്നും കണ്ടാൽ ഒരിക്കലും നമുക്ക് ഔട്ട് NCERT എന്ന് പറയാൻ പറ്റില്ല. ഒന്നുകിൽ അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ സമ്മറിയിലോ അല്ലെങ്കിൽ സബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ എക്സസൈസിൽ വരുന്ന ക്വസ്റ്റ്യൻസിലോ അതുണ്ടാവും. ഇപ്പോൾ ടപ്പീറ്റൽ സെല്ലുകൾ എങ്ങനെയാണ് പോളൻ വാൾ ഫോർമേഷൻ ഇൻവോൾവ് ആകുന്നത്, അത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ എൻഡിൽ കൊടുത്തിരിക്കുന്ന എക്സസൈസിലൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് സ്പോറോപോളനിൻ ഉണ്ടാക്കാനായിട്ടുള്ള പ്രിക്കേഴ്സർ മോളിക്യൂൾ, ഉബിഷ് ബോഡീസ്, അതിൻ്റെ കാര്യമൊക്കെയാണ്. പക്ഷെ അത് ചാപ്റ്റർ പറയുന്നില്ല. പക്ഷെ നമ്മൾ എൻട്രൻസ് ഓറിയൻറ്റഡ് ക്ലാസ്സിൽ എക്സസൈസിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഉറപ്പായിട്ട് ഉബിഷ് ബോഡീസിൻ്റെ കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം പഠിപ്പിക്കുമ്പോൾ ഔട്ട് ടെക്സ്റ്റിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോഴും ഔട്ട് NCERT എന്ന് നിങ്ങൾ പറയരുത്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു നീറ്റിന് ബയോടെക്നോളജി 1-ൽ നിന്ന് ഫെഡ് ബാച്ച് പ്രോസസ്സ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ചോദിച്ചിരുന്നു. അപ്പോൾ അന്നത്തെ ഔട്ട് ടെക്സ്റ്റാണ് ഫെഡ് ബാച്ച് പ്രോസസ്സ് എന്നുള്ളത് NCERT ഇല്ല. പക്ഷേ NCERTയിൽ കണ്ടിന്യൂവസ് കൾച്ചറൽ സിസ്റ്റത്തിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു എൻട്രൻസ് കോച്ചിങ് ക്ലാസ്സിൽ കണ്ടിന്യൂവസ് കൾച്ചർ സിസ്റ്റം പഠിപ്പിക്കുമ്പോൾ ബാച്ച് പ്രോസസ്സും കൂടെ പഠിപ്പിക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഔട്ട് NCERT ക്വസ്റ്റ്യൻസ് ആണെന്ന് നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ വിചാരിക്കരുത്. അത് NCERTയിലുള്ളതാണ്. ആ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ അത്തരത്തിലാണ് നമ്മൾ ഡെപ്തിൽ പോവേണ്ടത്. എത്രത്തോളം ഡെപ്തിലാണ് നമ്മളൊരു ടോപ്പിക്ക് പോവേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഇത്തരത്തിലെ ക്വസ്റ്റ്യൻസ് കാണുമ്പോഴാണ്. അതുകൊണ്ട് ഒരിക്കലും ആ ക്വസ്റ്റ്യൻസിനെ ഔട്ട് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തരുത്. ഓക്കെ, അപ്പോൾ ധൈര്യമായിട്ടിരിക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള എൻട്രൻസ് ഓറിയൻറ്റഡ് ക്ലാസ്സുകളാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും, പ്രൊവൈഡഡ് NCERT വായിക്കുന്നതിനോടൊപ്പം ഈ ക്ലാസ്സസും ശ്രദ്ധിച്ച് വ്യക്തമായി മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, സോ അടുത്തൊരു ടിപ്പുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.